ഒരുക്കങ്ങൾ കഴിഞ്ഞു. കളിക്കളം ഒരുങ്ങി. Ridiculous running with 2 balls to go. What a chance. ലാണ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് തറക്കല്ലിട്ടത്. മഴയും മഞ്ഞും വെയിലുമെല്ലാം നിർമ്മാണത്തെ കുറേ കാലം തടസ്സപ്പെടുത്തി. ഒടുവിൽ എല്ലാം അനുകൂലമായി വന്നു. 4 വർഷത്തിനിപ്പുറം ഇതാ ഈ മൈതാനം ഒരുങ്ങിയിരിക്കുന്നു. വളരെ ഗ്രാസി വിക്കറ്റാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് ബോളിങ്ങിന് അനുകൂലമായി, അതേപോലെ തന്നെ സ്വിംഗ് ബോളിങ്ങിന് അനുകൂലമായ വെതർ കണ്ടീഷനാണ് ഈ വയനാട്ടിലെ കാലാവസ്ഥ. സീ ലെവലിൽ നിന്നും 800 മീറ്ററോളം ഉയരത്തിലാണ് ഈ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. മഴ പെയ്താൽ 20 മിനിറ്റിന് ശേഷം കളി നടക്കുന്ന അവസ്ഥയിലുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്ലോപ്പിംഗ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ ഡ്രെയിനേജ് സംവിധാനം. 20,000 പേർക്കോളം ഇരുന്ന് കളി കാണാൻ രീതിയിലുള്ള ഒരു പവലിയൻ ആ ഭാഗത്തായി നിർമ്മിക്കപ്പെടുന്നതാണ്. But here we go. Toss time once again. MS will spin. Batting first, you can't help but think that is a big advantage for can they play. വായുവിനെ രണ്ടായി പിളർന്ന് വിക്കറ്റ് തേടി പായുന്ന പന്ത്, ശൂന്യതയെ മുറിച്ച് ബൗണ്ടറി ലക്ഷ്യം വെച്ച് പറക്കുന്ന പന്ത്, തെറിച്ചു വീഴുന്ന വിക്കറ്റുകളും വായുവിൽ പാറിയെടുക്കുന്ന ക്യാച്ചുകളും. ഇവിടെ നിന്നും ഇതെല്ലാം കാണാം പ്രകൃതി വരച്ചിട്ട ഫ്രെയിമിനുള്ളിലെ ചിത്രങ്ങൾ പോലെ. കേരള ക്രിക്കറ്റ് അക്കാദമിയുടെ സ്വന്തമായ കമ്മീഷൻ ചെയ്യാനൊരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കൃഷ്ണഗിരിയിലെ പുൽമൈതാനം. ഇപ്പോൾ തന്നെ വയനാട്ടിൽ 3 അക്കാഡമി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാലാവസ്ഥ ബാക്കിയുള്ള ഈ നമ്മളുടെ പ്ലെയിൻ ഏരിയ പ്രദേശങ്ങളിലൊക്കെ ചൂടായിരിക്കുമ്പോൾ ഇവിടെ ക്രിക്കറ്റിന് പറ്റിയ കാലാവസ്ഥയായിരിക്കും. അപ്പോൾ ക്രിക്കറ്റിൻ്റെ കോച്ചിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏപ്രിൽ മെയ്കളിൽ കേരള അസോസിയേഷൻ്റെ മെയിനായിട്ടുള്ള കോച്ചിങ് സെൻ്ററായിട്ട് ഇത് മാറും. സ്റ്റേഡിയം സന്ദർശിച്ച് മാർക്കിട്ട ശേഷം BCCI അംഗങ്ങൾ ഇങ്ങനെ കുറിച്ചു: സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇതിലും മികച്ച ഒരു സ്റ്റേഡിയം ഹിമാചൽ പ്രദേശിൽ മാത്രമേയുള്ളൂ, ധരംശാലയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം. 10 കോടിയിലധികം രൂപ ഇതിനകം ചിലവായി. വയനാട് ക്രിക്കറ്റ് അക്കാദമിയുടെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും സ്റ്റേഡിയത്തിൻ്റെ സൗന്ദര്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ആലോചിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, പെട്ടെന്ന് എടുത്തു ചാടി ചെയ്തതല്ല. ഇവിടെ ഏത് രീതിയിലുള്ള പവലിയൻ കൺസ്ട്രക്ട് ചെയ്യണമെന്നുള്ള വളരെ ദീർഘമായി ആലോചിച്ച ശേഷമാണ് ഇവിടെയുള്ള ഓരോ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. മെയിനായിട്ട് ഇതൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഇവിടെ ഫീൽ ചെയ്യരുതെന്നുള്ളൊരു എയിം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാണ് അസോസിയേഷൻ KCAക്ക് അതിൻ്റെ ഘട്ടം ഘട്ടമായി പൂർണ്ണമായിട്ടും കല്ലുകൾ കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ ഫുള്ളായിട്ട് സ്ട്രോങ്ങുള്ള സംഭവമാണ് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ക്രിക്കറ്റിനെ മതമായി കാണുന്ന ഒരു രാജ്യം, കളിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച കേരളത്തിലെ ജനങ്ങൾ, അവിടെ ചുരത്തിന് മുകളിലെ വയനാട് എന്ന ദേശം കാത്തിരിക്കുകയാണ് ബാറ്റും പന്തും കൊണ്ടുള്ള ഇന്ദ്രജാലം കാണാൻ, ക്രിക്കറ്റിനോട് ഇഷ്ടം കൂടാൻ.